ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വേൾഡിൽ തന്നെ ഒരു പ്രീമിയം ചോക്ലേറ്റ്, അതായത് നമ്പർ 1 ചോക്ലേറ്റായ ലിൻഡോറിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സായിട്ടുള്ള ബോക്സ് ടൈപ്പ് അവൈലബിൾ വരുന്നത്, ഇതിൻ്റെ ബാർ ടൈപ്പ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒറിജിനൽ മെയ്ഡ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡാണ്. രണ്ട് തരം അസോർട്ടഡ് ടൈപ്പ് പാക്ക് അവൈലബിൾ ആണ്. ഒന്നിതും ഒന്ന് ഒരു ന്യൂവസ്റ്റ് വേർഷനാണ്, ഇതും വരുന്നുണ്ട്. ഇതിൽ വന്നിട്ട് 4 ഫ്ലേവേഴ്സ് ഇൻസൈഡ് അവൈലബിൾ ആണ്. നമുക്ക് കാണാൻ പറ്റും, പാക്കിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഡാർക്ക് മിൽക്ക്, വൈറ്റ്, ഹേസൽനട്ട്, ഈ 4 ഫ്ലേവേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിലും 4 ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. പാക്കിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇതിലും മിൽക്ക്, വൈറ്റ്, ഡബിൾ ചോക്ലേറ്റ്, പിസ്താഷ്യൂ, ഈ 4 ഫ്ലേവേഴ്സ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് സ്വിറ്റ്സർലാൻഡ് മെയ്ഡാണ്. നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് മെയ്ഡ് തന്നെ മാക്സിമം ട്രൈ ചെയ്യണം. ഇത് വളരെയധികം ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ്. ഇത് വന്നിട്ട് ബോൾസ് രൂപത്തിലായിരിക്കും. അതിൻ്റെ ഇൻസൈഡ് വന്നിട്ട് ചോക്ലേറ്റ് ഫില്ലിംഗ് ആണ്. നമ്മുടെ വായിൽ വയ്ക്കുമ്പം തന്നെ അത് നന്നായിട്ട് മെൽറ്റ് ആവും. അങ്ങനത്തെ ഒരു ചോക്ലേറ്റ് ആണ്. നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഇതിൻ്റെ വന്നിട്ട് ചെറിയ പാക്കറ്റ് അവൈലബിൾ ആണ്. ചെറിയ അസോർട്ടഡ് ടൈപ്പ് പാക്കറ്റ് അവൈലബിൾ ആണ്. ഇത് 200 ഗ്രാമാണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്നത് 337 ഗ്രാമാണ്. ഫസ്റ്റ് വണ്ണിൽ ഒരു 20 or 25 പീസസും, ഈ വലിയൊരു പാക്കറ്റിൽ 30 or 35 പീസസും ഇൻസൈഡ് ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റേ ചോക്ലേറ്റ് അസോർട്ടഡ് പാക്കിൻ്റെ ഗോൾഡ് പാക്കിങ്ങിലും അതിൻ്റെയും ചെറിയൊരു അസോർട്ടഡ് പാക്ക് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് മിൽക്ക് മാത്രമായിട്ടുള്ള ചോക്ലേറ്റ് പാക്കറ്റ് ഉണ്ട്. ഇത് വന്നിട്ട് മിൽക്ക് ചോക്ലേറ്റ് മാത്രമാണ് ഇതിൽ വരുന്നത്. മിൽക്ക് ചോക്ലേറ്റാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒന്ന്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വൺ ഇതാണ്, മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെയും ചെറിയൊരു അസോർട്ടഡ് പാക്കറ്റ് അവൈലബിൾ ആണ്. ഫ്ലേവർ എന്ന് പറയുന്നത് ലിൻഡിൻ്റെ ഡാർക്കാണ്. 60% ഡാർക്കാണ്. ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ നല്ലൊരു ചോക്ലേറ്റ് ആണ്. ഇത് ലിൻഡിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ആണ്. പിസ്താഷ്യൂ ഇഷ്ടപ്പെടുന്നവർക്ക് പിസ്താഷ്യൂ ഫ്ലേവർ മാത്രമായിട്ടുള്ളതുകൊണ്ട് ലിൻഡോറിൽ. അടുത്തതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ലിൻഡോറിൻ്റെ തന്നെ ഒരു ബോക്സ് ടൈപ്പാണ്. ഇത് മിൽക്കാണ്. മിൽക്ക് ഫ്ലേവർ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഒരു 10 പീസസ് കാണും. ഈ ഒരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ അകത്ത് വന്നിട്ട് ഇതിൻ്റെ തന്നെ ഒരു സ്മോൾ വെർഷൻ ലിൻഡോർ അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് സ്മോൾ സൈസാണ്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഒരു 5 പീസസ് ബോൾസ് ടൈപ്പാണ്. ബോൾസ് ടൈപ്പ് മിൽക്ക് ഫ്ലേവറാണ് ഇൻസൈഡ് വരുന്നത്. ഒരു 5 പീസസേ കാണത്തുള്ളൂ. ഇതും അവൈലബിൾ ആണ് വാങ്ങാനായിട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടെഡി ബിയറിൻ്റെ ഒരു ചോക്ലേറ്റ്, ലിൻഡോർ ചോക്ലേറ്റ് ആണ്. ഇത് വന്നിട്ട് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു പുതിയൊരു മോഡലൊക്കെ ആയിട്ട് വന്നതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. സ്മോൾ വേർഷനാണിത്. ഇതൊരു 5 പീസസ് ഉണ്ട്. ഇത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലൊരു ചോക്ലേറ്റ് ആണ്. ഇത് വന്നിട്ട് നടുക്ക് വന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ മേടിച്ചിട്ട് ഓരോ പീസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കട്ടിങ് ഓരോരുത്തർക്ക് ഗിഫ്റ്റ് പേരെഴുതി ഗിഫ്റ്റായിട്ടും കൊടുക്കാനായിട്ട് പറ്റും. ആ ഒരു കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഗിഫ്റ്റ് ആയിട്ട് പേരെഴുതി കൊടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ആണ്. 5 പീസസ് ഉണ്ട്. ഇതും മിൽക്ക് ഫ്ലേവറാണ് വരുന്നത്. ലിൻഡിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവർ വരുന്ന ഒരു ബോക്സ് ടൈപ്പാണ്. ഇത് വന്നിട്ട് ബാർ ടൈപ്പ് പോലെയാണ്, ചെറിയൊരു ബാർ ടൈപ്പ് സൈസ് പോലെയാണ്. ഇതിൻ്റെ അകത്തും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. മിൽക്ക്, വൈറ്റ്, ഡാർക്ക് ഉണ്ട്. ഹേസൽനട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഹേസൽനട്ട് ഫ്ലേവർ ഇൻസൈഡ് ഉണ്ട് ഇതിൻ്റെ അകത്ത്.
ഇതൊക്കെയാണ് ലിൻഡിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇത് എന്താ പറയുക, ഒരുപാട് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്ത് കഴിക്കാതെ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം നിങ്ങൾ കഴിക്കാൻ. എങ്കിലേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് വായിൽ വയ്ക്കുമ്പോൾ തന്നെ നല്ല മെൽറ്റാവും. ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം കഴിക്കാൻ. അതിനുശേഷം നിങ്ങളിത് കീപ്പ് ചെയ്യുവാണെങ്കിൽ ഫ്രിഡ്ജിലോ വല്ലതും കീപ്പ് ചെയ്യാം. അല്ലാതെ പുറത്തെ ടെമ്പറേച്ചറിൽ വച്ച് കീപ്പ് ചെയ്യാൻ പാടില്ല, കാരണം അത് നല്ല മെൽറ്റായി പോവും. പക്ഷെ കഴിക്കുന്ന സമയത്ത് ഒരുപാട് ഫ്രീസ് ചെയ്യാതെ അത് നോർമൽ ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം നിങ്ങളിത് ട്രൈ ചെയ്യാൻ. എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും അടുത്ത ചോക്ലേറ്റ് വിശേഷങ്ങളുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.